ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നൊക്കെ പുഴയിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ ഈ മീൻ. അപ്പോൾ അതിൽ 2 കരിമീനും 2 ആരൽ മീനും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലുപ്പമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പുതിയൊരാളിനെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീനാണ് കേട്ടോ, നാടൻ ചെമ്മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കരിമീനാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ഭാഗത്തെ 2 സൈഡിലുള്ള മുള്ളാണ് കേട്ടോ നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ചെളുക്ക നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വയറ് കീറിയിട്ട് വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ കരിമീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ ഡെയിലി നമുക്ക് നാടൻ കരിമീൻ കിട്ടാറുണ്ട് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ പുഴ ആയതുകൊണ്ട് തന്നെ ഇക്ക ഡെയിലി മീൻ പിടിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഇക്ക ചൂണ്ടിടാൻ പോവാറാണ് കേട്ടോ. അപ്പോൾ ഇക്കയും ഇക്കാൻ്റെ കൂട്ടുകാരും പാടെ ചേർന്നിട്ടാണ് കേട്ടോ മീൻ പിടിക്കാൻ പോവാറ്. എന്നിട്ട് മീൻ എല്ലാവർക്കും കൂടി കിട്ടിക്കഴിഞ്ഞ് വെച്ചാൽ അത് ഷെയർ ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഡെയിലി 2 കരിമീനും ആരൽ മീനും കിട്ടാറുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ കരിമീനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. 2 കരിമീൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ആരൽ മീനാണ് കേട്ടോ നേരാക്കാനുള്ളത്. അപ്പം ഞാനതൊരു തുണി വെച്ചിട്ടാണ് കേട്ടോ ഈ ആരൽ മീൻ നേരാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മണ്ണോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാരമോ ഉപയോഗിച്ചിട്ട് നമുക്ക് ആരൽ മീൻ നേരാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നല്ലൊരു മുള്ളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ മുള്ള് നന്നായിട്ട് കീറി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മീനിൻ്റെ മേലത്തെ മുള്ളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ വയറൊക്കെ ക്ലീനാക്കി വെട്ടിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ അതിൻ്റെ തൊലി ഉലിക്കണം കേട്ടോ ആരൽ മീനിൻ്റെ. അങ്ങനെ ആരൽ മീനിൻ്റെ തൊലിയൊക്കെ ഉലിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നിട്ട് അതിൻ്റെ പരന്നുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ തൊലി ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്കത് വലിച്ചാൽ തന്നെ വരും കേട്ടോ. പിന്നെ ഈ ആരൽ മീൻ വെച്ചാൽ ശ്വാസം മുട്ടലിനും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ആരൽ മീൻ കഴിക്കുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ ആരൽ മീൻ കൊടുക്കുന്നത് മരുന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇസുമോനൊക്കെ ഈ ആരൽ മീൻ കിട്ടി വെച്ചാൽ ഇസുമോനാണ് കേട്ടോ കൊടുക്കാറുള്ളത്. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അവനക്ക് മീനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോറ് മീനുണ്ട് പറഞ്ഞു വെച്ചാൽ ചോറ് കഴിക്കണത് അറിയില്ല, വേഗം തന്നെ അവൻ ചോറ് കഴിക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ നാടൻ മീനൊക്കെ കിട്ടുന്നുണ്ട് വെച്ചാൽ കമൻറ്റിലൂടെ പറയുക കേട്ടോ. അപ്പോൾ നമുക്കും അറിയാലോ. അങ്ങനെ നമ്മുടെ കരിമീനും നമ്മുടെ ആരൽ മീനൊക്കെ ഇവിടെ നമ്മൾ നേരാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇനി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നാടൻ ചെമ്മീനാണ് കേട്ടുള്ളത്. അപ്പോൾ ചെമ്മീനും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെമ്മീനാണ് കേട്ടോ, നല്ല പൊടിയാണ്, നമുക്കത് വൃത്തിയാക്കാൻ പോലും കിട്ടണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊണ്ട് എടുക്കാൻ പോലും പറ്റണില്ല കേട്ടോ, അത്രക്കും നല്ല ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ഒരു കൗതുകം കൊണ്ട് ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ പുഴയിൽ നിന്ന് ചെമ്മീനൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നാടൻ ചെമ്മീനല്ലേ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ പരന്നലിൻ്റെ ഒപ്പം വറുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനപ്പോൾ അത് നേരാക്കി എടുത്തത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 കരിമീനും 2 ആരൽ മീനുമാണ് കേട്ടോ ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം മുളക് തേച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കണത് കേട്ടോ. പിന്നെ നമ്മൾ മീനിൻ്റെ പഞ്ഞൾ മുട്ട കിട്ടിയില്ല, ആ മുട്ടയും പിന്നെ നമുക്ക് ചെമ്മീനും കിട്ടിയില്ല, അതുമാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചിട്ട് അതിലും ഇതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് അതും മസാല പുരട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്കിവിടെ ഡെയിലി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിനൊരു വിലയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഈ കരിമീനാണെങ്കിലും ആരൽ മീനൊക്കെ പിന്നെ നല്ലതാണ് കേട്ടോ, കഴിക്കുന്നത് നല്ലതാണ് മക്കൾക്കൊക്കെ. ഇവിടെ കാക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇസുമോനാണെങ്കിലും മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ. പക്ഷേ ഈ മീൻ ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതിന് ഒരുപാട് മസാലയൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും ഈ മീൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇന്ന് പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെയാണല്ലോ വെക്കണത്, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് വെച്ചാൽ പിന്നെയൊക്കെ വീണ്ടും ചൂണ്ടയിടാൻ പോകും കേട്ടോ.
അപ്പോൾ മീൻ കൊണ്ടുവന്ന് വെച്ചാൽ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ആ മീൻ. അപ്പോൾ ഇന്ന് ഇക്ക പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി കുറച്ച് തൊങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേര് വന്നിട്ട് കൽപ്പാസ് മീൻ എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ കുറച്ച് പൊടിമീനുമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് കരിമീനും സുലോപ്യ മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് ചാടിയപ്പോൾ ഒക്കെ കുറേ പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടണില്ല, അതിൽ കുറച്ച് മുള്ളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കിട്ടാത്തത്. ലാസ്റ്റ് അത് പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പിടിച്ചിട്ട് വന്ന മീൻ ഇനി നാളെ കേട്ടോ വെക്കാറ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.